ഡെയിലി ബ്ലോഗിലേക്ക് മറ്റൊരു സിനിമ റിവ്യൂവുമായി നമ്മൾ വീണ്ടും വരികയാണ്. PK പ്രകാശ് സംവിധാനം ചെയ്ത ആഷിഖ് രജനി ഉണ്ണികൃഷ്ണൻ രചിച്ച 2024 ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ ഇപ്പോൾ OTT കളിച്ചുകൊണ്ടിരിക്കുന്ന ചലച്ചിത്രമാണ് പാലും പഴവും. ക്രിയേറ്റീവ് മെന്റൻസിന് കീഴിൽ നിർമ്മിച്ച ഈ ചിത്രത്തിന് മീര ജാസ്മിൻ, അസ്റ്റിൻ ജോസും അഭിനയിക്കുന്നു. പ്രധാന കഥാപാത്രം. ചിത്രം 2024 ഓഗസ്റ്റ് 23 തിയേറ്ററിൽ റിലീസായിരുന്നു. ഡയറക്ടർ VK പ്രകാശാണ് ഈ ഒരു സിനിമ എഴുതിയത്. അശ്വിൻ രജനി ഉണ്ണികൃഷ്ണൻ. നിർമ്മിച്ചത് സമീർ സയ്യിദ്, വിനോദ് ഉണ്ണിത്താൻ. ഇതാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ. അഭിനയിക്കുന്നത് മീര ജാസ്മിൻ, അശ്വിൻ. ഛായാഗ്രഹണം രാഹുൽജീത്. എഡിറ്റിംഗ് ചെയ്തത് പ്രവീൺ പ്രഭാകർ. സംഗീതം ഗോപി സുന്ദർ. ഈ ഒരു സിനിമ 115 മിനിറ്റ് ഉണ്ട്. പ്രൊഡക്ഷൻ 2 ക്രിയേറ്റർ ആണുള്ളത്. മലയാള ഭാഷ. ഇപ്പോ നിരവധി കാസ്റ്റിംഗ് ഈ സിനിമയിൽ. സുമിയായി മീര ജാസ്മിൻ, അസിൻ ജോസ്, സുനിൽ PD, സുമിത്രയായി ശാന്തി കൃഷ്ണ, രാഘവനായി അശോകൻ, താമരാക്ഷൻ, മണിയമ്പിള്ള രാജു, നിഷാ സാരൻ, സുമേഷ് ആയി മിഥുൻ രമേശ്, പീതാംബരൻ സുമേഷ് ചന്ദ്രൻ, സുഖവെട്ടാനായി അതിൽ ഇബ്രാഹിം, രേവതിയായി രചന നാരായണൻ, ഷിനു ശ്യാമളൻ, തുഷാര പിള്ള, ബിന്ദുവതിയായി, ബാങ്ക് ഉപഭോക്തയായി അഞ്ജന അപ്പുക്കുട്ടൻ, ദേവനായി രാജശ്രീ, ഷമീർ ഖാൻ, ശരത് PT, പ്രക്ക ഫ്രാൻസിസ്, വിനീത് രാമചന്ദ്രൻ, രഞ്ജിത്ത് മണക്കറമ്പ്, സദ്യ രാജേന്ദ്രൻ, അതുൽ രാംകുമാർ, പ്രണവ് യേശുദാസ്, RJ സുരേഷ് ബാബു, സെബാസ്റ്റ്യൻ. അങ്ങനെ നിരവധി പേർ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു. പാലും പഴവും എനിക്കൊരു റൊമാൻറ്റിക് ഒരു സിനിമ. അതായത് നമ്മളിൽ പ്രായഭേദമില്ലാത്ത ഒരു സ്നേഹബന്ധത്തിന്റെ ഒരു കഥ. അതായത് സ്നേഹത്തിന് പ്രായം ഒരു പ്രശ്നമല്ല എന്ന് തെളിയിക്കുന്ന ഒരു സിനിമയും കൂടിയായിരുന്നു. ഇത്തിരി റൊമാൻറ്റിക്കും ഒക്കെ കൂടുന്ന ഒരു സിനിമ എന്ന് തന്നെ. VK പ്രകാശ് ആശിഷ് രജനി ഉണ്ണികൃഷ്ണൻ രചിച്ച 2000 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാള നാടക ചലച്ചിത്രവുമാണ് പാലും പഴവും. ക്രിയേറ്റീവ് മെയിൻ്റെനൻസ് കീഴിൽ നിർമ്മിച്ച ഈ ചിത്രത്തിന് മീര ജാസ്മിൻ അഭിനയിക്കുന്നു. അപ്പം നല്ലൊരു പടമാ. ആവറേജ് എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഉണ്ട്. ആവറേജ് അബവ് ഒരു സിനിമയ്ക്ക് എന്തായാലും ഒരു സിനിമയ്ക്കുള്ള നല്ലൊരു സിനിമയാണ്. മീര വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന ഒരു ഇതിലും രണ്ടാം വരവിന്റെ ഒരു കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സിനിമയുടെ ഇത്രയാണ് നമുക്ക് ഡീറ്റെയിൽസ് ഉള്ളത്. ഈ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് നല്ലൊരു അഭിപ്രായമാണ്. ആവറേജ് തന്നെയാണ്. നല്ലൊരു സിനിമ. നമുക്കൊക്കെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ചിന്തിക്കുന്നത് പോലുള്ളൊരു സിനിമ, നമ്മളെയൊക്കെ ചിന്തയിലേക്ക് കൊണ്ടുപോയ ഒരു സിനിമ. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സിനിമ അപ്ഡേറ്റുമായി ഇനിയും നിരവധി സിനിമകൾ നമ്മുടെ മുന്നിലേക്ക് തുറക്കപ്പെടാനുണ്ട്. വന്നവരുണ്ട്, കാണാത്തതുണ്ട്. അങ്ങനെയുള്ള എല്ലാ അഭിപ്രായങ്ങളും കൂടിയുള്ള ഒരു ചാനലാണ് നമ്മളുടെ. നമുക്ക് ഇന്ന രീതിയിൽ അഭിപ്രായമൊന്നുമില്ല. നമ്മുടേതായ സ്വാതന്ത്ര്യത്തോടെ സ്വതന്ത്രമായ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ നമ്മളെ എങ്ങനെ ആകർഷിക്കുന്നു എന്നതാണ് ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. നമുക്കതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ആ സിനിമയുമായി? നമുക്കൊരു എല്ലാ മാസവും കാശിനും മാത്രം സിനിമ ഇറങ്ങിയാൽ പോരാ, ഇതുപോലുള്ള ക്ലാസിക് ടച്ചും നമ്മുടെ സിനിമയിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു സിനിമക്ക് പോപ്പുലർ സിനിമ എന്ന് പേര് വരും. സിനിമ ഇൻഡസ്ട്രിയിൽ തെറ്റായ സ്ക്രിപ്റ്റുകൾ നമ്മുടെയൊക്കെ രീതിയിൽ മലയാളത്തിൽ കൂടുതലാണ്. അത് ഇനിയും ആവർത്തിക്കാതിരിക്കുക. നല്ല നല്ല സിനിമകൾ, നല്ല നല്ല സ്ക്രിപ്റ്റുകൾ, നല്ല നല്ല തിരക്കഥാക്കൾ, അവരെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. പുതിയതായി വരുന്ന പുതിയ രീതിയിലുള്ള സിനിമകൾ അത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ആ പിക്ചർ നമ്മുടെ മുന്നിൽ, നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ആ ഒരു ക്രിയേറ്റിവിറ്റിയെ നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് പോലെ, നമ്മുടെ വ്യൂവേഴ്സ് ആഗ്രഹിക്കുന്നത് പോലെ ഇപ്പൊ ഇതൊക്കെ OTTയിൽ വന്ന് കിടക്കുന്ന സിനിമകളുണ്ട്. അതും നമ്മൾ അഭിപ്രായം പറയണം. കാരണം അഭിപ്രായം എന്ന് പറയുന്നത് ഇന്ന് തിയേറ്ററിൽ മാത്രം വരുന്ന
സിനിമക്ക് പറയാനുള്ളതല്ല. OTT വരുന്ന സിനിമക്കും അഭിപ്രായം പറയും. അപ്പം ഇതൊക്കെ ഇപ്പൊ വന്നു കയറിയ സിനിമകളായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് 2024 പടങ്ങളാണ് ഇതൊക്കെ. ഇനിയും ഇതിനു മുമ്പുള്ള പല സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല. കണ്ട അഭിപ്രായങ്ങൾ പറയാമെന്ന് കരുതി. മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നത് ഒറ്റും ഒരു കണ്ടത് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കാണാൻ വൈകിപ്പോയി എന്നത് വളരെ സോറി പറയുന്നു. ഇനിയുള്ള സിനിമകളെങ്കിലും സമയം കിട്ടുന്നില്ല എന്നതാണ്. സിനിമക്ക് കാണാൻ പോകാൻ ചില സമയങ്ങൾ മൂലം നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പോയി തിയേറ്ററിൽ കാണാനുള്ള സമയം. അപ്പൊ ഇതൊക്കെ കാണാൻ ഇത്തിരി വൈകി പോകുന്നു. നമ്മുടെ അവസ്ഥ. നമ്മൾ സ്ഥിരം ഒരു യൂട്യൂബറായി നിൽക്കുന്നവരല്ല, വല്ലപ്പോഴും വരുന്ന റീസെന്റ് കണ്ടന്റ് ആണ് നമ്മളുടെ. അതുകൊണ്ട് നമുക്ക് ആകർഷണീയമായ കണ്ടന്റ് നമ്മ എന്നും ഇടും. അത് ഇന്ന കണ്ടന്റ് എന്നല്ല, ഏത് കണ്ടന്റും നമുക്ക് നമ്മുടേതായ നമ്മുടെ റിയാലിറ്റിക്ക് ചേർന്നതാണെങ്കിൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യും. അപ്പം ഈ ഒരു സിനിമയും ബോഗൻവില്ലയൊക്കെ കണ്ടവർ അഭിപ്രായം പറയണം, സിനിമ കമന്റ് ചെയ്യണം. നല്ല സിനിമയാണോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അത് പ്രേക്ഷകരിൽ നിന്ന് അറിയാൻ നമുക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ബൈ ഫോർ എവർ, താങ്ക്സ് ഫോർ വാച്ചിങ്.